ഇന്ത്യൻ പ്രീമിയർ ലീഗ് 2025 മെഗാ താരലേലത്തിൽ 600 കോടി രൂപയിലധികമാണ് 10 ഫ്രാഞ്ചൈസികൾ ചെലവഴിച്ചത്. 27 കോടി രൂപയ്ക്ക് വരെ താരങ്ങളെ ഏറ്റെടുക്കാൻ ആളുണ്ടായെങ്കിലും ഡേവിഡ് വാർണർ, പൃഥ്വി ഷാ, ഷർദൂർ താക്കൂർ തുടങ്ങിയ ചില വമ്പൻ താരങ്ങൾ വിൽക്കപ്പെടാതെ പോയി. എന്നാൽ IPL കരാറിലെത്താൻ കഴിയാത്ത കളിക്കാർക്ക് 18ാം പതിപ്പ് കളിക്കാൻ ഇപ്പോഴും അവസരമുണ്ട്. IPL ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ലേലത്തുകയ്ക്കാണ് ഋഷഭ് പന്തും ശ്രേയസ് അയ്യരും നേടിയത്. പന്തിനെ ലക്നൗ സൂപ്പർ ജയൻസ് 27 കോടി രൂപയ്ക്കും ശ്രേയസിനെ പഞ്ചാബ് കിങ്സ് 23.75 കോടി രൂപയ്ക്കും സ്വന്തമാക്കി. എന്നാൽ ആരും ഏറ്റെടുക്കാനില്ലാതെ പോയ പ്രമുഖ താരങ്ങളും നിരവധിയാണ്. IPL ഏറ്റവും മികച്ച വിദേശ കളിക്കാരിൽ ഒരാളായ ഡേവിഡ് വാർണറെ ടീമിലെടുക്കാൻ ആരും താല്പര്യം കാണിച്ചില്ല. സ്റ്റീവ് സ്മിത്തും കെയ്ൻ വില്യംസണും ഇതിൽ ഉൾപ്പെടുന്നു. മുൻനിര ഇന്ത്യൻ താരങ്ങളായ പൃഥ്വി ഷാ, സർഫസ് ഖാൻ, ഷർദൂർ താക്കൂർ, മായങ്ക് അഗർവാൾ, ഉമേഷ് യാദവ് തുടങ്ങിയവർക്കും IPL ടീമുകളിൽ ഇടം ലഭിച്ചില്ല. ലേലം ചെയ്യപ്പെടാത്തവർക്ക് IPL 2025 കളിക്കാനുള്ള അവസരം പൂർണ്ണമായും നഷ്ടമായിട്ടില്ല. ഏതെങ്കിലും ടീമിലെ കളിക്കാർക്ക് പരിക്കേറ്റാൽ ലേലത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കളിക്കാരനെയാണ് പകരം ഉൾപ്പെടുത്തേണ്ടത്. വിൽക്കപ്പെടാത്ത ഇന്ത്യൻ താരങ്ങൾക്കും വിദേശ താരങ്ങൾക്കും ഈ ഘട്ടത്തിൽ ലേലത്തിൻ്റെ ഭാഗമാകാനുള്ള അവസരമുണ്ട്. എന്നാൽ പരിക്കേറ്റ താരത്തിൻ്റെ ലേലത്തിലെ വിലയേക്കാൾ ഉയർന്ന അടിസ്ഥാന മൂല്യമുള്ള താരങ്ങളെ ഇപ്രകാരം പകരക്കാനായി എടുക്കാൻ അനുവാദമില്ല. അതായത് 2 കോടി രൂപയ്ക്ക് മുകളിൽ ലേലം ചെയ്യപ്പെട്ട താരത്തിന് പരിക്കേറ്റാൽ മാത്രമേ ഡേവിഡ് വാർണറെ പകരക്കാരനായി ടീമിലെടുക്കാൻ സാധിക്കുകയുള്ളൂ. ജോണി വെസ്റ്റോ, ഫുസൂർ റഹ്മാൻ, സിക്കന്ദർ റാസ തുടങ്ങിയവരും ലേലം ചെയ്യപ്പെടാതെ പോയ പ്രമുഖ താരങ്ങൾ ഉൾപ്പെടുന്നു.